ബീഹാറിലേതുൾപ്പെടെ ഈ പറയുന്ന വോട്ടുകൊള്ളയാണല്ലോ പ്രധാനപ്പെട്ട ദേശീയ വാർത്ത. അതുകൊണ്ട് തന്നെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗിൽ. 1,40,000 കള്ളവോട്ടുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ താൻ മത്സരിക്കാനെത്തിയപ്പോൾ കണ്ടെത്തി എന്നാണ് അടൂർ പ്രകാശ് എം പി പറയുന്നത്. ചില നേതാക്കളുടെ മക്കൾക്ക് ഉൾപ്പെടെ കള്ളവോട്ടുണ്ട് എന്ന് കണ്ടെത്തി. പരാതി നൽകിയെങ്കിലും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ തന്നെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചു എന്നും അടൂർ പ്രകാശ് പറയുകയാണ്. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 1,14,000 വോട്ടിന്റെ കള്ളവോട്ടുകൾ കണ്ടെത്തി എന്ന് 2019 ഞാൻ പറഞ്ഞു എങ്കിലും 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള വോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി ഒരുപാട് വർദ്ധിച്ചു. അപ്പോൾ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,72,015 വോട്ടുകൾ ആയി അത് വർദ്ധിക്കുകയുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ഈ 1,14,000 വോട്ടുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുള്ളത് അത് നിലനിർത്തണം എന്ന് സർക്കാരിന്റെ ചില വാക്കാലുള്ള നിർദ്ദേശം. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 1,14,000 വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ നിലനിർത്തുകയും ബാക്കിയുള്ളത് വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.